സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് MS വേണുഗോപാൽ സാറാണ്. സാർ സ്വാഗതം. എനിക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തെ കുറിച്ചാണ് ആദ്യം ചോദിക്കാനുള്ളത്. വലിയ കൗതുകകരമായ സംഭവ വികാസങ്ങൾ അവിടെ നടക്കുന്നു. ഒരു സൂപ്പർ താരം, ഒരു സിനിമാ സൂപ്പർ താരം ഒരിക്കൽ കൂടി തമിഴ്നാടിന്റെ രാഷ്ട്രീയ നേതൃത്വ പദവിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഒരു സംശയം, ഇതിനു മുമ്പ് ഒരു ജനപ്രതിനിധിയോ ഭരണപരിചയമോ ഇല്ലാത്ത സിനിമയിൽ മാത്രം അനുഭവ സമ്പത്തുള്ള ഒരാൾ ഈ രാഷ്ട്രീയത്തിന്റെ അടവുകളെല്ലാം പയറ്റിത്തെളിഞ്ഞ് ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക സംശയങ്ങളാണ് എന്നെ ചോദിപ്പിക്കുന്നത്. എത്രമാത്രം വിജയ് എന്ന രാഷ്ട്രീയ നേതാവായി മാറിയ ഒരു താരത്തിന് തമിഴ്നാട് പോലെ ഇപ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും നിർണായക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി പദവിയിൽ ശോഭിക്കാൻ പറ്റും. അതിന് അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഇനിയും ഒരുപാട് വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ട് താൻ. എങ്ങനെ വിശേഷിപ്പിക്കുക, എങ്ങനെ വിലയിരുത്തുന്നു? വിജയ് എന്ന സിനിമാ താരത്തിന് രാഷ്ട്രീയം വശമില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കരൂർ സംഭവം. കരൂർ സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് വിട്ടുപോയില്ല, അവിടെ തന്നെ നിൽക്കുകയും പോലീസ് ആവശ്യപ്പെട്ടാൽ പോലും ഇല്ല, എന്റെ മക്കളാണ് 41 പേര് മരണമടഞ്ഞിരിക്കുന്നത്, അവരുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തല്ലാതെ ഞാൻ ഇവിടുന്ന് മാറില്ല. അപ്പൊ പോലീസ് പറയും, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് നീക്കും, കാരണം നിങ്ങൾ ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാവും, എങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു സീൻ ഉണ്ടാക്കി അറസ്റ്റ് വരികയോ അല്ലെങ്കിൽ അവിടെ തറയിൽ കിടക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇമേജ് എത്രയായിരുന്നു, അദ്ദേഹം എത്രത്തോളം അതിന് പുറകെ ഓടേണ്ടി വന്നു, നമുക്കറിയാമല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയത്തിലും രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കം അദ്ദേഹം പഠിച്ചിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ട സൗകര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ പലതാണ്. 2 വലിയ മുന്നണികളെയാണ് അദ്ദേഹം നേരിടാൻ പോകുന്നത്. കേന്ദ്രത്തിൽ ഭരണമുള്ള BJPയുടെ സപ്പോർട്ടുള്ള ADMK എന്ന ഭരണത്തിന്റെ എല്ലാ കുതന്ത്രങ്ങളും അറിയാവുന്ന പളനിസ്വാമി എന്ന ഒരു പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭരണപക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഭരണത്തിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന, എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിനോട് പോലും പയറ്റി നിൽക്കാൻ ശ്രമിച്ച്, ഇപ്പോൾ പരാജയപ്പെട്ടെങ്കിലും പയറ്റി നിൽക്കാൻ ശ്രമിച്ച് ഒട്ടനവധി വർഷങ്ങൾ വിജയിച്ച സ്റ്റാലിൻ, ആ സ്റ്റാലിന്റെ നിയമസഭയ്ക്ക് അകത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബുദ്ധി നിയമസഭയ്ക്ക് അകത്തെത്തും, രാഷ്ട്രീയത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തും, അവിടുത്തെ 234 കോൺസ്റ്റിറ്റ്യുവൻസിയിലും എത്തും. അപ്പോ സ്റ്റാലിൻ ചില്ലറക്കാരനല്ല. അപ്പോ ഇനി കൂടാൻ പോകുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, ഞങ്ങള് BJP ഒഴിവാക്കാൻ നിങ്ങളുടെ കൂടെ കൂടുന്നു. എന്തിനാ കൂടുന്നത്? BJP ഒഴിവാക്കാനാണോ? അല്ല. കോൺഗ്രസിന് 1960കളിൽ നഷ്ടപ്പെട്ട ആ സ്പേസ്, അവരുടെ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു പിടിക്കാൻ ഈ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ മിനിമം ഉപമുഖ്യമന്ത്രിയെങ്കിലും ഇപ്പോഴാകാൻ എങ്ങനെ സാധിക്കും എന്നതിന്റെ ഒരു പരീക്ഷണമാണ് അവർ നടത്താൻ പോകുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ പരീക്ഷണങ്ങളെല്ലാം നടക്കുന്ന വേദിയിൽ ഈ സിനിമാ ബുദ്ധി മാത്രം പോരാ വിജയ്ക്ക് വിജയിക്കാൻ. ഇനി ഇതിനു പുറമെ അഡ്മിനിസ്ട്രേഷന്റേതായ പലവിധ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. ആ അഡ്മിനിസ്ട്രേഷൻ പ്രോബ്ലംസ് എങ്ങനെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് വേറൊരു പ്രശ്നം. ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് ഭരണത്തിന്റെ എല്ലാ തന്ത്രങ്ങളും പഠിച്ചവരാണ്. അവർക്ക് എങ്ങനെ ഒരാളെ ട്രാപ്പിലാക്കണമെന്നും ഒരാളെ പാട്ടിലാക്കണമെന്നും ഒക്കെ നല്ലപോലെ അറിയാം. ആ മെയ്വഴക്കം, ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്ററുടെ മെയ്വഴക്കം ഉണ്ടെങ്കിലേ ഒരു എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്ററെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇതും അദ്ദേഹത്തിന് ബലികറാമലയാവും. പക്ഷെ ഞാൻ കാണുന്നത് മറ്റൊന്നാണ്. ഇദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ ശക്തികൾ ആരൊക്കെ? ഈ ഇലക്ഷനിൽ ചുമ്മാതെ കൈ കാണിച്ച് വിസിലടിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനും ജയിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അതൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പും ഇല്ല. ഇപ്പൊ പറയും, ഞങ്ങളുടെ മണ്ഡലമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, എല്ലായിടത്തും ഞങ്ങൾ ശാഖകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാൻ തനിക്ക് കൂടിയ ക്രൗഡിനെ വോട്ടാക്കി മാറ്റാനുള്ള പക്വതയുള്ളവർ അതിനകത്ത് ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ പക്വതയുള്ള ആരോ ചിലർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതാണ് യേശുക്രിസ്തു കൈ കാണിക്കുന്ന പോലെ കൈ കാണിച്ചപ്പം 5000 ഒത്തുകൂടി എന്ന് പറഞ്ഞ പോലെ 50,000 ലക്ഷങ്ങളും കോടികളും ഒക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ ഒത്തുകൂടിയത്. ഈ മാജിക്കിന് പിന്നിൽ വേറെ ആരോ വലിയൊരു കളി നടത്തുന്നുണ്ട്. ആ കളി ആണ് അദ്ദേഹത്തിന് നിലനിർത്തുന്നത്. ഒരുപക്ഷെ അവർക്ക് ഇദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ആ സഹായം പക്ഷെ എങ്ങനെയായിരിക്കും? അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ, തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ എന്ന വലിയ ചോദ്യം അവിടെ ഉണ്ടാകും. അതാണ് ഞാൻ ഇപ്പൊ അത്രേ പറയുന്നത്. കാരണം
അദ്ദേഹത്തിന്റെ വിജയം ആഘോഷിക്കാനുള്ള സമയമാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് അദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള സമയമാണ്. അതിന് അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആയിട്ട്, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറണം. ജയലളിത ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. MGR ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. മോദി ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നമ്മുടെ പിണറായി വിജയൻ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവർക്കറിയാം എങ്ങനെ മിഷണറി ജലിപ്പിക്കണം. ആ മിഷണറി ജലിപ്പിക്കാൻ ഇദ്ദേഹം പക്വമാണോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ അദൃശ്യ കരങ്ങൾ ഇദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് അത് നയിക്കുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് ഗുണമാകുമോ, അതിനേക്കാൾ ഉപരി തമിഴ്നാടിന് ഗുണമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ആ ഒരു പ്രശ്നം അവിടെ നിൽക്കും. ശരി, നമ്മൾ ഈ തമിഴ്നാടിനെ കുറിച്ച് പൊതുവെ വിലയിരുത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും വലിയ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. തീവ്ര തമിഴ് വികാരം ആളിക്കത്തിക്കുക, ചില സമുദായങ്ങളുടെ വികാരങ്ങൾ ആളിക്കത്തിക്കുക, അങ്ങനെ പ്രാദേശികവാദത്തിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് തമിഴ്നാടിനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഈ ദേശീയതയോട് മുഖം തിരിഞ്ഞു നിൽക്കുക, പ്രത്യേകിച്ച് ഈ ഹിന്ദി വിരുദ്ധ നയം സ്വീകരിക്കുക, അങ്ങനെ ഈ സങ്കുചിതമായി ഒതുങ്ങിപ്പോകുക എന്നുള്ളൊരു നിലപാടിലേക്ക് ആ ഒരു പ്രദേശം ചുരുങ്ങുന്നത് എത്രത്തോളം തമിഴ്നാടിനെ സംബന്ധിച്ച് ഗുണകരമാണ്, അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി തീരാറുണ്ട്? തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികവാദം അവരെ പലപ്പോഴും ദോഷത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതങ്ങൾ പോലും പലപ്പോഴും കിട്ടാതിരുന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ ജയലളിത, MGR എന്നിവർ തന്ത്രപൂർവ്വം ദേശീയ നേതൃത്വവുമായി ചില ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആ ബന്ധങ്ങളൊക്കെ, ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ബന്ധം ഭംഗിയായി MGR പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറ്റുന്നിടത്തെല്ലാം കേന്ദ്രത്തിന്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാടിന് വേണ്ട ഗുണങ്ങൾ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരു പോട്ടി ഉണ്ടാക്കാൻ പോയിട്ടില്ല. അതേസമയം ജയലളിത അതുപോലെ തന്നെ. ജയലളിത പക്ഷെ അടിയുണ്ടാക്കും. ജയലളിതയ്ക്ക് വ്യക്തിപരമായി പ്രധാനമന്ത്രിയാകാനും പ്രധാനമന്ത്രിയാകുമെന്ന് നോക്കാനും ഒക്കെ വാജ്പേയി അടുത്തവരോട് കളി നടത്തി. പക്ഷെ വാജ്പേയി അതിനൊന്നും വീണു കൊടുത്തില്ല. അതുകൊണ്ട് പക്ഷെ ആ മന്ത്രിസഭ താഴെ പോവുകയും ചെയ്തു. 13 മാസമായപ്പോൾ ആ മന്ത്രിസഭ താഴെ പോയി. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് വാജ്പേയിക്ക് ഒരു വർഷം വന്നില്ല. വാജ്പേയി വീണ്ടും 5 വർഷം ശക്തമായിട്ട് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് 3 ടേം അങ്ങനെ പോകാനായിട്ടുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം നമ്മളെ പറക്കാതിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്റ്റാലിൻ വന്നപ്പോഴാണ് വീണ്ടും തിരിച്ച് തമിഴ് വാദവും ദേശീയവാദവും എല്ലാം ഉപേക്ഷിച്ച് അവിടെ കൊണ്ടുവന്നത്. ആ വാദത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് തമിഴ്നാടിന്റെ വികസനം സറണ്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തമിഴ്നാടിന് കിട്ടേണ്ട ഡബിൾ എഞ്ചിൻ ഹെൽപ്പ് തടസ്സമായിട്ടുണ്ട്. ഒരുപക്ഷെ മോദിയുമായിട്ട് ചെറിയൊരു ലൈനിൽ, BJPയുമായിട്ടൊരു ചെറിയ ഒരു വാദം നിൽക്കവേ തന്നെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി നീങ്ങി. എത്ര പ്രാവശ്യം മോദി അവർക്ക് കൈകൊടുക്കാൻ ശ്രമിച്ചു, രാജ്നാഥ് സിംഗിനെ അവിടെ അയച്ചു. അപ്പോഴൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇന്നുണ്ടായ ഈ പതനം ഉണ്ടാവില്ലായിരുന്നു. അപ്പോ കൈ കൊടുക്കാതിരുന്നപ്പോൾ അവർ കയ്യിൽ പിടിച്ചു വലിച്ചു, കാലിൽ പിടിച്ചു വലിച്ച് താഴെ. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഈ പരാജയത്തിന്റെ ഏറ്റവും പ്രധാന കാരണം BJP ആണ്. അവരുണ്ടാക്കിയ 3ാം മുന്നണിയാണ്. അതിന്റെ ഗ്യാപ്പിലാണ് വിജയ് തനിക്ക് കിട്ടിയ 30-35 കറക്റ്റ് പെർസെന്റേജ് ഇനിയും അറിയാനിരിക്കുന്നു. ആ വോട്ട് കൊണ്ട് ഇത്രയും വലിയ പ്രശ്നം അദ്ദേഹം ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല. DMK 40-45% കിട്ടുമായിരുന്നു. അത് വെച്ചിട്ട് അവർക്ക് ഭരണം ഇപ്പോഴും നേരിയ തോതിലെങ്കിൽ, മിനിമം 38എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നേരിയ തോതിലെങ്കിലും നിർത്താൻ പറ്റും. അപ്പൊ അതിന് പറ്റാതെ വന്നു. സ്റ്റാലിന്റെ അവിവേകമാണ്. ആ അവിവേകം അദ്ദേഹത്തിന് ഒരുപാട് ദോഷം ചെയ്തു. ഇത് തന്നെയായിരിക്കും വിജയ് കാണിക്കാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട്. പക്ഷെ വിജയ് അങ്ങനെ ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയ് കുറച്ചുകൂടെ മെയ്വഴക്കമുള്ളവർ വിജയുടെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അപകടങ്ങളെല്ലാം തരണം ചെയ്യാനും വിജയെ സഹായിച്ചത് അവരൊക്കെയാണ്. നിർണായക പ്രശ്നം അപ്പോഴും അവശേഷിക്കുന്നുണ്ടല്ലോ സർ. കാര്യം വിജയ്ക്ക് ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധിക്കില്ല. നിർണായകമായ പിന്തുണ എതിർചേരിയിൽ നിന്ന് വേണേം താനും. പക്ഷെ പ്രഖ്യാപിത നിലപാട് ആരുമായിട്ടും സഖ്യമില്ല, ആരുമായിട്ടും സഹകരണമില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തന്നെയാണ്. അണിയറയിൽ ചില ചർച്ചകൾ നേരത്തെ നടന്നു എന്നുള്ള വാർത്തകൾ വന്നു. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് അത് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ വിജയുടെ സാധ്യത എന്താണ്? ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തണമല്ലോ. തീർച്ചയായിട്ടും കേവല ഭൂരിപക്ഷത്തിന് എത്തുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ബെനിഫിറ്റുകൾ തമിഴ്നാടിന് ഉണ്ടാക്കാനായിട്ട് NDA ADMK മുന്നണിയുമായി ചേർന്നുകൊണ്ട് ശക്തമായ, അതും കൂടെ വന്നു കഴിഞ്ഞാൽ ശക്തമായ ഒരു മന്ത്രിസഭയായിരിക്കും രൂപീകരിക്കുക. അതിൽ മുന്നോട്ട് പോവുക. അത് ഒന്നാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ദുർബലമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ദുർബലമായ ഒരു ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. അതായത് 5 സീറ്റുള്ള കോൺഗ്രസിനെയും
2 സീറ്റുള്ള പിന്നെ CPM-നെയും പിന്നെ 5 സീറ്റുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കുക. 121 22 വരുന്ന ഒരു ഭൂരിപക്ഷം ഉണ്ടായിക്കൊണ്ട് അധികാരത്തിൽ വരിക. ഇതായിരിക്കും അദ്ദേഹത്തിന് 2 ഓപ്ഷനുകൾ ഉള്ളത്. ഇതിൽ ഏത് അദ്ദേഹം സ്വീകരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ശക്തികൾ അദ്ദേഹത്തോട് പറയുക, നമുക്ക് കോൺഗ്രസിനെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും CPM-നെയും ചേർത്തുകൊണ്ട് ആ ഒരു മുന്നണിയിലേക്ക് പോകുന്നതായിരിക്കും എന്നാണ്. പക്ഷെ അത് ഷോർട്ട് റണ്ണിൽ ഗുണം ചെയ്യുമെങ്കിലും ലോങ് റണ്ണിൽ അത് അദ്ദേഹത്തിനും അപകടമാകും. കാരണം ഭരണപരിചയമില്ലാത്ത അദ്ദേഹം, പൊളിറ്റിക്കൽ മൂവുകൾ നടത്താൻ കഴിയാത്ത വിജയ് വെട്ടിലാവാൻ ഇതിൽ പരം എളുപ്പമുള്ള ഒരു അവസരം വേറെയില്ല. മറ്റേത് കേന്ദ്രത്തിന്റെ ഒരു സപ്പോർട്ടുണ്ട്, നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും സപ്പോർട്ടുണ്ട്, ഇടപ്പാടി പളനിസ്വാമി എന്ന് പറഞ്ഞ ഒരാളുടെ സപ്പോർട്ടുണ്ട്, അണ്ണാമലൈ എന്ന് പറഞ്ഞ ഒരു ജനകീയന്റെ സപ്പോർട്ടുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് നിന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ അദ്ദേഹത്തിന് പല വിധത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. സ്റ്റാലിൻ എന്ന അതികായൻ പടർന്നു വീണത് എങ്ങനെയെന്നറിയാമല്ലോ. മമത എന്ന അതി പിളർന്നു പോയി താഴെ കിടന്ന് ഉരുണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. പിണറായി വിജയൻ എന്ന ശക്തി പോലും ഇവിടെ ഉരുണ്ടു പോയതിന്റെ പിന്നിൽ BJP പിടിച്ച വോട്ടുകൾ നിർണായകമാണ്. അതിന് നമ്മൾ വരുന്ന കണക്കുകൾ നമുക്ക് മനസ്സിലാക്കും. 3-ാം മുന്നണി പിടിച്ച വോട്ടുകളാണ് ഇന്ന് ഈ 35 എന്ന നേരിയ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ അല്ലെങ്കിൽ LDF-ന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പിന്നോട്ട് പോക്കിന് അവർക്ക് കാരണമാക്കിയതാണ്. നന്ദി.